എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വോൾട്ടാസ് സ്പ്ലിറ്റ് AC-യുടെ ഇൻഡോർ യൂണിറ്റ് ബോർഡാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത്, ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഫാൻ മോട്ടർ ഭയങ്കര സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെ ഇതിനകത്ത് E4 എററും വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതും നോക്കണം. പ്രധാനമായിട്ട് നമുക്ക് ബ്ലോവർ മോട്ടർ ഹൈ സ്പീഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് എല്ലാ വയറിങ്ങിൻ്റെയും കാര്യങ്ങളെല്ലാം കണക്ഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സൈഡിന് ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് പവർ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പവർ കൊടുക്കുകയാണ്. അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്തിയാൽ മാത്രമേ എൻ്റെ പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ശ്രമിക്കുക. ശരി, നമുക്ക് ഇതൊന്ന് പവർ കൊടുത്ത് നോക്കാം. ഞാൻ പവർ പ്ലഗ് ചെയ്ത് പവർ സ്വിച്ച് ഓൺ ചെയ്യണം. ഡിസ്പ്ലേ ഓഫാണ്, പക്ഷേ മോട്ടർ റണ്ണിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. ആദ്യം നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിച്ചിട്ട് ഇതിനകത്ത് E4 എറർ കാണിക്കുന്നുണ്ടെന്നുള്ള ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ട് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നോക്കാം. അപ്പോൾ ഈ ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഇതിന് ട്രയാക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ മോട്ടറിനോട്ടുള്ള സപ്ലൈ സ്വിച്ച് ചെയ്യുന്ന ട്രയാക്ക്. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ളതും ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതും ഈ ഒരു ഒപ്റ്റോ കപ്ലറാണ്. ഇതൊരു ട്രയാക്ക് ടൈപ്പ് ഒപ്റ്റോ കപ്ലറാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡറി സൈഡ് എന്ന് പറയുന്നത് ട്രയാക്കിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ നമ്പർ വന്നിട്ട് MOC 3023. അതാണ് എൻ്റെ നമ്പർ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ട്രയാക്കിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. ഇത് ഈ ട്രയാക്ക് ചെക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ഇതിൻ്റെ ഗേറ്റും ടെർമിനൽ 1ഉം ടെർമിനൽ 2 ഉണ്ട്. അപ്പോൾ ഗേറ്റ് ടെർമിനൽ 1ഉം ആയിട്ട് ഒരു ഡയോഡ് മോഡിൽ, റിവേഴ്സ് മോഡിലും ഫോർവേഡ് മോഡിലും ഡയോഡ് കണ്ടിന്യൂറ്റി കാണിക്കും. പക്ഷേ ടെർമിനൽ 2 ആയിട്ട് ടെർമിനൽ 1ഉം ടെർമിനൽ 2ഉം കണ്ടിന്യൂറ്റി കാണിക്കത്തില്ല. ഗേറ്റും ടെർമിനൽ 2 ആയിട്ട് കണ്ടിന്യൂറ്റി കാണിക്കത്തില്ല. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് ഈ മോട്ടറിൻ്റെ കണക്ഷൻ ആദ്യം ചെക്ക് ചെയ്യുന്നതിന് മോട്ടറിൻ്റെ കണക്ഷൻ ഊരിയിടണം. മോട്ടറിൻ്റെ കണക്ഷൻ ഊരിയിട്ടിട്ട് ഇതിവിടെയാണ് നമ്മൾ ട്രയാക്ക് വരുന്നത്. ട്രയാക്ക് നമുക്ക് മൾട്ടിമീറ്ററിൽ ഡയോഡ് മോഡിൽ ചെക്ക് ചെയ്ത് നോക്കണം. ബീപ്പ് ഡയോഡ്. ഓക്കെ, നമ്മൾ ഡയോഡ് മോഡൽ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ട്രയാക്ക് ടെസ്റ്റ് ചെയ്യാം. ട്രയാക്കിൻ്റെ T1ഉം ഗേറ്റും ടെർമിനൽ 1ഉം ഗേറ്റും സെയിം റീഡിങ് കാണിക്കുന്നുണ്ട്. ട്രയാക്കിൻ്റെ ടെർമിനൽ 2ഉം ടെർമിനൽ 1ഉം തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല. ഗേറ്റും ടെർമിനൽ 2ഉം തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ ട്രയാക്ക് നമ്മുടെ വർക്കിംഗ് ഓക്കെയാണ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഈ ഒപ്റ്റോ കപ്ലറാണ്. ഈ ഒപ്റ്റോ കപ്ലറിൻ്റെ ഈ സൈഡിലുള്ളത് ഇവിടെ 1004. ഓക്കെ, ഇവിടെ കറക്റ്റ് റീഡിങ് ആണ് കാണിക്കുന്നത്. എന്നായിരുന്നാൽ നമുക്ക് ആദ്യം ഈ ഒപ്റ്റോ കപ്ലർ ഇതിൽ നിന്ന് മാറ്റിയിട്ട് പുതിയൊരു ഒപ്റ്റോ കപ്ലർ ഇട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആ ഒപ്റ്റോ കപ്ലർ അതിൽ നിന്ന് അഴിച്ചെടുക്കാം.
ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇതിനകത്തുനിന്ന് അഴിച്ചെടുത്തിരിക്കുന്ന ഒപ്റ്റോ കപ്ലർ. നമ്പർ വന്നിട്ട് MOC 3023. ഞാൻ പാഡ് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് പുതിയ MOC 3023 പുതിയ ഒപ്റ്റോ കപ്ലർ വന്നിട്ട് നോക്കാം. അതിൻ്റെ ഓറിയൻറ്റേഷൻ നോക്കി വേണം ഇടാൻ. ഓക്കെ, നമുക്ക് മോട്ടറിൻ്റെ കണക്ഷൻ കൊടുത്ത് ഒന്ന് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, ഇപ്പോൾ ഓൺ ചെയ്തിട്ട് ആ മോട്ടർ സ്റ്റാർട്ടായിട്ടില്ല, കറങ്ങിയിട്ടില്ല. ഡിസ്പ്ലേയും ഓൺ ആയിട്ടില്ല. നമുക്കൊന്ന് ഡിസ്പ്ലേ ഓൺ ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ഇപ്പോൾ ഡിസ്പ്ലേ ഓൺ ചെയ്തപ്പോൾ തന്നെ മോട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഇപ്പോൾ മോട്ടർ ഓഫായി. നേരത്തെ ഇങ്ങനെയല്ല, നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ കറങ്ങിക്കൊണ്ട് നിൽക്കുമായിരുന്നു. റിലേ ഒന്നും അടിക്കില്ലായിരുന്നു, ഇപ്പോൾ റിലേ ഒക്കെ അടിക്കുന്നുണ്ട്. ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഒപ്റ്റോ കപ്ലർ പോയതായിരുന്നു ഇതിൻ്റെ ഇഷ്യൂ, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സൈനിങ് ഓഫ്, മണിലാൽ MRS.